അപ്പം വെൽക്കം ബാക്ക് ടു അവർ സെഷൻ. നമ്മൾ തിരിച്ച് ജോയിൻ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഈ സിസ്റ്റം സ്റ്റോപ്പ് ചെയ്തിരുന്നത് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ മാജിക്കൽ പോയിന്റ് എന്ന് പറയുന്നതാണ് ₹5 പ്രോഫിറ്റ് സിസ്റ്റം. ഞാനിപ്പം ജസ്റ്റ് ബ്രീഫായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു എങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിന്റെ കീ ഇൻഡിക്കേറ്റേഴ്സ്, എങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് എടുത്ത് മാറുന്ന രീതി എന്ന്. പക്ഷേ ഇതിനകത്ത് കൂടുതൽ കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ₹5 പ്രോഫിറ്റ് സിസ്റ്റം എന്ന് പറയുന്ന സംഭവം ഒരുപാട് പേര് എൻ്റെ അടുത്ത്, ഞാൻ ഇപ്പോൾ ഈ സിസ്റ്റത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാട് പേർക്കുള്ള ഡൗട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സിസ്റ്റം എങ്ങനെയാണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഒരു ട്രേഡ് എൻട്രി എടുത്തതിന് ശേഷം ആ ട്രേഡ് എൻട്രിയുടെ ശേഷമാണോ നെക്സ്റ്റ് ട്രേഡ് എൻട്രി എടുക്കുന്നത്, അതിന് ശേഷമാണോ നെക്സ്റ്റ് എടുക്കുന്നത്, അതോ ഇതിന് മൾട്ടിപ്പിൾ എൻട്രീസ് എടുക്കുന്നുണ്ടോ? ആക്ച്വലി നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അറ്റ് ദ സെയിം ടൈം നമ്മളൊരു ലെവൽസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഒരു ലെവൽ ഉണ്ട് എന്ന് നമുക്കൊരു ഐഡന്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ലെവലിന് ആ റേഞ്ചിൽ നമ്മൾ നിൽക്കുക എന്നുള്ളത്. ഇപ്പോൾ 146 അല്ല, 147 148 ഇപ്പോഴത്തെ കറന്റ് മാർക്കറ്റ് അവിടെ ഒരു സ്റ്റെബിലൈസേഷൻ ആയി. നമ്മളൊരു മാർക്കറ്റ് സ്റ്റെബിലൈസ് ആയതിനു ശേഷം ട്രേഡ് എടുക്കത്തുള്ളൂ. കാരണം നമ്മൾ ട്രേഡ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ട്രേഡ് തുടങ്ങത്തില്ല. ബിക്കോസ് അവിടെ ഇനിഷ്യലി ഉള്ള ജേർക്സ് നമ്മളെ വല്ലാണ്ട് ചിലപ്പോൾ എഫക്ട് ചെയ്യും. നമുക്ക് എങ്ങോട്ടാണ് മാർക്കറ്റിന്റെ സ്റ്റെബിലിറ്റി എന്ന് മനസ്സിലാവും. മാർക്കറ്റ് ഒന്ന് സ്റ്റെബിലൈസ് ആയതിനു ശേഷം നമ്മൾ ആ ഒരു റേഞ്ചിൽ പിന്നെ കളിക്കാൻ തുടങ്ങുക. ഇപ്പോൾ വൺസ് മാർക്കറ്റ് ഒരു 150 റേഞ്ചിൽ സ്റ്റെബിലൈസ് ആയെന്ന് വെച്ചാൽ ഇപ്പോൾ 147 148 ഒക്കെ ഇപ്പോൾ ട്രേഡ്സ് ഇപ്പോൾ LTP ഓടുന്നെങ്കിൽ നമ്മൾ 146 ഒരു ട്രേഡ് എടുക്കാൻ നമ്മൾ എൻട്രി ലിമിറ്റ് ഓർഡർ ഇടും. നമ്മുടെ എല്ലാ ട്രേഡ്സും നമ്മൾ ലിമിറ്റ് ഓർഡേഴ്സ് ഇട്ടാണ് എടുക്കുന്നത്. അല്ലാണ്ട് നമുക്ക് അതിന് ബാക്ക് എൻഡിൽ ലൈക്ക് അറ്റ് ദ ടൈം ഉള്ള പ്രൈസിലല്ല എടുക്കുക. ലിമിറ്റ് ഓർഡർ ബൈ ഇടും, ലിമിറ്റ് ഓർഡർ സെൽ ഇടും. അപ്പം ലിമിറ്റ് ഓർഡർ ബൈ നമ്മൾ എപ്പോഴും എന്താ ഒരു പ്രൈസ് കാണും. ഞാൻ വർക്ക് ചെയ്യുന്നത് നോർമലി എപ്പോഴും 146 151 156 161 ആ ഒരു ₹5 ഗ്യാപ്പില്ല. നിങ്ങൾക്ക് വേണേൽ 155 എടുക്കാം, നിങ്ങൾക്ക് വേണേൽ 154 എടുക്കാം. ബട്ട് ₹5 ഗ്യാപ്പ് നിങ്ങൾ എടുക്കുക. അപ്പം ഞാൻ 156 എടുക്കുമ്പം ഞാൻ അപ്പം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 148 ഓടുന്ന സമയത്ത് ഞാൻ 146 ഓർഡർ ഇടും. എനിക്കിപ്പോൾ ആ റേഞ്ചിൽ എക്സ്പെക്ടേഷൻ ഉണ്ട്, അവിടെ നിൽക്കും മാർക്കറ്റ് എന്ന പ്രതീക്ഷയുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 146 ട്രേഡ് എടുക്കും. 146 ട്രേഡ് വൺസ് അത് ഹിറ്റ് ചെയ്ത് നമുക്ക് ട്രേഡ് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ നെക്സ്റ്റ് സെൽ ഓർഡർ ഇടും 151 നെക്സ്റ്റ് സെൽ ഓർഡർ ഇട്ട് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ആ 151 സെൽ ഓർഡർ ലൈക്ക് ട്രിഗർ ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ പിന്നെയും 146 ട്രേഡ് ഓർഡർ ഇടും. അല്ലാണ്ട് നമ്മൾ പിന്നെ ആ ട്രേഡ് നിർത്തുകയെന്നല്ല, നമ്മൾ ഉടനെ തന്നെ തിരിച്ചു വരും. ഈ മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ ഒരു 3-4-5 പ്രാവശ്യം ഒരേ റേഞ്ചിൽ നിങ്ങൾക്ക് കാണാം. നിങ്ങളിപ്പം എൻ്റെ ഈ സിസ്റ്റം വിശ്വസിച്ചിട്ടില്ല, നിങ്ങൾക്ക് ഈ സിസ്റ്റം യൂസ് ചെയ്ത് ശീലമില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിസ്റ്റം വൺ ടൈം നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. എങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്ന ആക്ച്വൽ മെത്തഡോളജി എന്നുള്ളത് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഈ ഒരു സിസ്റ്റത്തിനകത്തെ സിസ്റ്റം മനസ്സിലാക്കുക. എങ്ങനെയാണ് ഈ ട്രേഡ്സ് അപ്പ് ആൻഡ് ഡൗൺ പോകുന്ന രീതിയിൽ നിന്ന് ജസ്റ്റ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ യു നീഡ് ടു ബി ഇൻ ചാർട്ട്ലെസ് സിസ്റ്റം. ഈ ചാർട്ട്ലെസ് സിസ്റ്റത്തിനെ നമ്മൾ ഇത്രയും പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ഓഫ് ട്രേഡ്സ്, ഈ ഒരു ₹5 ഇത്രയ്ക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇത്രയ്ക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും എന്ന് നമുക്ക് വിശ്വാസം വരുന്നത് നമ്മൾ ചാർട്ട്ലെസ് സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ മാത്രം. അല്ലെങ്കിൽ നമുക്ക് എന്താ പറ്റുന്നത്, നമ്മുടെ കണ്ണിൽ എപ്പോഴും നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ചാർട്ട്സ് കാണും. ഈ ചാർട്ട്സ് എന്ന് പറയുന്ന സംഭവം നമ്മളെപ്പോഴും ഡിസ്ട്രാക്ഷൻ ആണ് തരിക. പക്ഷെ നമ്മുടെ മൈൻഡിൽ ആക്ച്വലി ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കുന്നതിന് നമ്മുടെ മൈൻഡ് എപ്പോഴും ഒരു ചെറിയൊരു എഡ്ജ് കൊടുക്കും ഈ ചാർട്ടിന്റെ പാറ്റേൺസിലോട്ട്, അല്ലേ? അപ്പൊ നമുക്ക് ആ ഒരു ₹5 മൂവ്മെന്റ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നില്ല. ഇത്രയും നാള് നമ്മൾ ഏറ്റവും കുറവ് ടൈം ഫ്രെയിം, ഇപ്പൊ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഇട്ടാൽ പോലും നമ്മൾ കാണുന്ന പല മൂവ്മെന്റ്സും നമ്മളെ വല്ലാണ്ട് എഫക്ട് ചെയ്യുകയും ചെയ്യും. നമുക്ക് ആ ₹5 ഇവിടെ ട്രേഡ്സ് നടക്കുന്നുണ്ട് എന്നുള്ള ഫാക്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഞാൻ ഉപയോഗിക്കുന്ന ഇപ്പൊ ചാർട്ട്ലെസ് സിസ്റ്റത്തിന്റെ ഗുണം എന്താ, അതിനകത്ത് ഫുൾ ട്രേഡ്സ് നമുക്ക് ടോപ്പ് ടു ബോട്ടം നമുക്ക് ലൈവ് ഫിഗേഴ്സ് മാത്രം നമ്മൾ കാണുന്നത്. അല്ലാണ്ട് നമ്മൾ ഇതിന് പിന്നിലോട്ടുള്ള ഹിസ്റ്ററി നമ്മൾ കാണുന്നില്ല. ലൈവായിട്ട് എങ്ങനെ ഫിഗർ മൂവ് ചെയ്യുന്നത് മാത്രമേ കാണുന്നു. ഞാൻ ജസ്റ്റ് നിങ്ങൾ എൻ്റെ സ്ക്രീൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ സ്ക്രീൻ എന്ന് പറയുന്നത്. എൻ്റെ ചാർട്ട്ലെസ് സിസ്റ്റത്തിനകത്തെ സ്ക്രീൻ വരുന്ന രീതി ഇങ്ങനെ. അപ്പം നമുക്ക് ഈ ഇതിനകത്ത് ആകെ ഈ LTP എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഈ ഫിഗേഴ്സ് ഇതാണ് ആക്ച്വലി ലൈവ് മാർക്കറ്റ് ഫിഗറാ. നമുക്ക് വേറെ പ്രീവിയസ് ഹിസ്റ്ററി കാണുന്നില്ല, കറന്റ് മാർക്കറ്റ് ഓടുന്നത്. അപ്പം നിങ്ങൾ ഈ സിസ്റ്റം വൺസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് ബാക്കി പറയാം, ഏതാ ബ്രോക്കർ കാര്യങ്ങളെല്ലാം. അപ്പം ആ സിസ്റ്റം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റ് ഫിഗേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എത്ര പ്രാവശ്യം നമ്മൾ ഈ 146 ട്രേഡ് എടുത്തു, 151 പോയി ഹിറ്റ് ചെയ്യും, 152 ഹിറ്റ് ചെയ്യും, 153 ഹിറ്റ് ചെയ്യും, എന്നിട്ട് പിന്നെയും തിരിച്ച് 147 വരും, 148 വരും, 146 വരും, പിന്നെയും അത് ഇങ്ങനെ ആ ഒരു ഫ്ലോ കടന്നുകൊണ്ടിരിക്കുക. ഇതൊരു വൺ ടൈം ഓപ്പർച്യൂണിറ്റി അല്ല. ഞാനൊക്കെ ഒരു ദിവസം മിനിമം 15 to 20
ട്രേഡ്സ് ഒരു ഡേ എടുക്കാൻ പറ്റുന്നുണ്ട്. അല്ലാണ്ട് നമ്മൾ ഒരു ട്രേഡ് എടുത്തിട്ട് നിൽക്കുന്ന ആളല്ല. അപ്പം അതിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടോണ്ടാ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 5 റുപ്പി പ്രോഫിറ്റ് എന്ന് പറയുന്ന ഈ ഒരു മാജിക്കൽ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു ബേസിസ് എന്ന് പറയുന്നത്. ഇത് മൾട്ടിപ്പിൾ ടൈംസ് ഈ ലെവൽസിൽ വന്ന് ഹിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഹിറ്റിങ്ങിൽ ഓരോ പ്രാവശ്യം നിങ്ങൾക്ക് ട്രേഡ്സ് എടുക്കാൻ പറ്റും, അൺലെസ് ആൻഡ് അൺടിൽ നിങ്ങളുടെ ആ കൺവിക്ഷൻ ആ റേഞ്ച് വിട്ടു പോവുക, ഇപ്പൊ മാർക്കറ്റിംഗ് ഈ റേഞ്ചിലുള്ളതല്ല എന്ന് നമുക്ക് കൺവിക്ഷൻ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഈ റേഞ്ചിൽ തന്നെ നിന്ന് പിന്നെയും 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 കളിക്കാം. ചിലപ്പോൾ ട്രേഡ് എടുക്കില്ലായിരിക്കും. നമ്മൾ ചിലപ്പോൾ 146 ഇട്ടാൽ മാർക്കറ്റ് ചിലപ്പോൾ ഹൈ പവറിലാണെങ്കിൽ 151 കടന്ന് 152, 153, 155, 158, 160 ഒക്കെ ആയിട്ട് അടിച്ചങ്ങ് പോവും. അങ്ങനെ ആകുമ്പോൾ പിന്നെ 146 നമുക്ക് ട്രേഡ് പിന്നെയും തിരിച്ചു കിട്ടിയില്ലെന്ന് വരും, ലൈക്ക് മാർക്കറ്റ് ഔട്ട് ഓഫ് ദ ലെവൽ ആയി കഴിഞ്ഞാൽ. ബട്ട് സ്റ്റിൽ വി ആർ ഓക്കെ, നമുക്ക് ട്രേഡ്സ് നഷ്ടത്തിലല്ലല്ലോ. അപ്പായി വൺസ് നമ്മൾ മാർക്കറ്റ് ആ ഒരു റേഞ്ച് കഴിഞ്ഞു, ഈ ഒരു റേഞ്ച് കറന്റ് റേഞ്ച് ഈസ് ഓവർ എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് റേഞ്ചിലോട്ട് പോകണം. ഇനിയിപ്പോൾ 146 പിടിച്ചിട്ട് കാര്യമില്ല, നമ്മൾ 156 161 ഒക്കെ പിടിക്കും. നമ്മൾ നമ്മുടെ കൺവിക്ഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. ഇന്ന് മാർക്കറ്റ് മുന്നോട്ട് പോകും, ഇപ്പം മാർക്കറ്റ് മുന്നോട്ട് പോകും എന്ന് നമുക്കൊരു ആംഗിൾ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിന് ഫേവറബിൾ ആയിട്ട് മാർക്കറ്റ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പതിയെ ലെവൽസ് എടുത്ത് മുന്നോട്ട് വയ്ക്കുക. ബട്ട് സ്റ്റിൽ ഒൺലി വർക്ക് ഓൺ ലിമിറ്റ് ഓർഡേഴ്സ്. നമ്മളല്ലാണ്ട് ലൈവ് മാർക്കറ്റിൽ ഓർഡേഴ്സ് ഇടരുത്. എപ്പോഴും ലിമിറ്റ് ഓർഡർ നമ്മുടെ ലിമിറ്റിൽ വന്ന് ടച്ച് ചെയ്ത് ഹിറ്റ് ചെയ്ത് കയറിയാൽ മതി. അതാണ് നമുക്ക് വേണ്ട സിസ്റ്റം. ഓക്കെ, ഇതാണ് ഒരു ബേസിക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ച്. ഇനി കൂടുതൽ നമുക്ക് ഡെപ്തിൽ പഠിക്കാനുണ്ട് ബാക്കി കാര്യങ്ങൾ, ബട്ട് ഇപ്പം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇപ്പം ഇതിനകത്ത് മെയിൻ ഒരു വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ മൈൻഡ് സെറ്റ് ഓഫ് എ ഗ്രോസറി സ്റ്റോർ ഓണർ എന്ന് പറയും. ഈ ഗ്രോസറി സ്റ്റോർ ഓണറിന്റെ പ്രത്യേകത എന്താണ് ഒരു ഗ്രോസറി സ്റ്റോർ ഓണറിന്റെ പ്രത്യേകത? ആളുടെ മൈൻഡിൽ എത്ര സാധനങ്ങൾ കടയിലിരിപ്പുണ്ടെങ്കിലും, ഏത് പൈസക്കാരൻ വന്നാലും ഏത് പാവപ്പെട്ടവൻ വന്നാലും ആൾക്കൊരു പ്ലാൻ ഉണ്ട്. എത്രയ്ക്ക് എത്ര രൂപ പ്രോഫിറ്റ് എനിക്കൊരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ വേണം. അത് നമ്മുടെ അടുത്ത് പറയുന്നുണ്ടാവതില്ല, പക്ഷെ ആൾക്കൊരു പ്ലാൻ ഉണ്ടാവും. ഇപ്പൊ 10 രൂപയ്ക്ക് വാങ്ങുന്ന ഒരു സാധനം 12 രൂപയ്ക്ക് വിൽക്കും, അല്ലെ 15 രൂപയ്ക്ക് വിൽക്കും. അതാണ് അവരുടെ പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത്. ആ ഒരു മാർജിൻ കിട്ടിയാൽ മതി. അതിപ്പോ പൈസക്കാരൻ വന്ന് വെച്ച് കൂട്ടി വിൽക്കാനും പറ്റത്തില്ല, പാവപ്പെട്ടവൻ വന്ന് വെച്ച് കുറച്ച് വിൽക്കാനും പറ്റത്തില്ല. നമ്മളും ആ ഒരു രീതിയിലാണ് വർക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഈ ട്രേഡ് നല്ല പോലെ കയറും. ഈ ട്രേഡ് ഇന്നത്തെ മാർക്കറ്റ് ഭയങ്കര ബുള്ളിഷാണ്, നമുക്ക് ഇത് പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നല്ല ട്രേഡ്സ് കിട്ടും എന്ന് വിചാരിച്ച് നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു ഗ്രോസറി സ്റ്റോർ പറഞ്ഞ പോലെ ഒരു ട്രേഡ് എടുത്തു, 5 രൂപ പ്രോഫിറ്റ് നമുക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ 5 രൂപ പ്രോഫിറ്റ് വിൽക്കുക. 5 രൂപ പ്രോഫിറ്റിൽ ആ ട്രേഡ് നമ്മൾ വിൽക്കുന്നതിലൂടെ നമുക്ക് ക്ലാരിറ്റിയിൽ മനസ്സിലാവും എവിടെ വെച്ച് ട്രേഡ് എക്സിറ്റ് ചെയ്യണം. നമ്മളല്ലാണ്ട് വെയിറ്റ് ചെയ്ത് നമ്മുടെ ട്രേഡ്സ് നഷ്ടത്തിൽ പോകത്തില്ല. ഒരുപാട് പേർക്കുണ്ടാവുന്ന വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് എല്ലാവർക്കും ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, നമുക്ക് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഒരു ഇച്ചിരി പ്രോഫിറ്റബിൾ ഒക്കെ ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ ട്രേഡ്സ് കൂടുതൽ ലോങ്ങർ ആക്കും. നമുക്ക് കൂടുതൽ കൺവിക്ഷൻ കാണും, നമ്മൾ ചിന്തിക്കും അത് അങ്ങനെ പോകും ഇങ്ങനെ പോകും ഇങ്ങനെ പോകും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ട്രേഡ്സിനെ പുൾ ഔട്ട് ചെയ്യാൻ തുടങ്ങും. ഈ പുൾ ഔട്ട് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം? നമ്മൾ ചിലപ്പോൾ വിചാരിച്ചതൊക്കെ കറക്റ്റ് ആയിരിക്കും, മാർക്കറ്റ് നമ്മൾ വിചാരിച്ച പോലെ ഇന്ന് മേളിലെല്ലാം പോയി ടച്ച് ചെയ്ത് എല്ലാം വന്നിട്ടുണ്ടാവും, പക്ഷേ ചിലപ്പോൾ റിവേഴ്സ് ആയി പോകും. നമ്മൾ ട്രേഡ് എക്സിറ്റ് ചെയ്യുന്നതിന് മുമ്പേ മാർക്കറ്റ് ആ ഹൈ ഒക്കെ കടന്ന് ഇനി തിരിച്ചു പോരും. അപ്പം നമുക്ക് എന്താ കിട്ടേണ്ടിയിരുന്ന പ്രോഫിറ്റുകളെല്ലാം പോയി ചിലപ്പം നോ പ്രോഫിറ്റ് നോ ലോസ് വിൽക്കേണ്ടി വരും, അല്ലെ ചിലപ്പോൾ ലെസ് പ്രോഫിറ്റിന് വിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പം നോ പ്രോഫിറ്റ് ലോസിലേക്ക് പോകേണ്ടി വരും, ലൈക്ക് ലോസ് ഫാക്ടറിലോട്ട് നമ്മൾ പോകേണ്ടി വരും. അപ്പം ആ ഒരു പ്രശ്നം ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നത്. എവിടെ വെച്ച് കട്ട് ചെയ്യണം എന്ന് അറിഞ്ഞൂടാ. ട്രേഡ്സ് എൻട്രി എടുത്തു, പക്ഷേ എവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യണം, വേർ ഈസ് ദ സ്റ്റോപ്പ് പോയിന്റ് അറിഞ്ഞൂടാ. പക്ഷെ നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ ഗുണം ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, ഭയങ്കര സിമ്പിളാ. ആകെ 5 രൂപ പ്രോഫിറ്റ് നമ്മൾ എടുക്കത്തുള്ളൂ, 5 രൂപ പ്രോഫിറ്റ് നമ്മൾ സെല് ചെയ്തിരിക്കും. അപ്പം ഒരുപാട് പേര് ചിന്തിക്കുന്നതാണ്, ഈ 5 രൂപ പ്രോഫിറ്റിൽ കഷ്ടപ്പെട്ട് ഞാനൊരു ട്രേഡ് എടുത്തിട്ട് 5 രൂപ പ്രോഫിറ്റ് വിറ്റാൽ എനിക്ക് ഇനി ഒരു ട്രേഡ് കിട്ടണ്ടേ? അവിടാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. നമുക്ക് മിനിമം 15 to 20 ട്രേഡ്സ് ഒക്കെ ഈസി ആയിട്ട് എവറി ഡേ, 20 എന്നല്ല 100, 200 ട്രേഡ്സ് ഒക്കെ എൻട്രി എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി എവറി ഡേ ഉണ്ട്. പക്ഷെ ഞാൻ എടുക്കണമെന്നില്ലല്ലോ, എല്ലാം ഓവർ ട്രേഡ് ചെയ്യാൻ പാടില്ല. എനിക്ക് എൻ്റെ ഒരു കൺവിക്ഷൻ വർക്കൗട്ട് ആയതിനു ശേഷമാണ് ഞാൻ ഒരു ട്രേഡ് എടുക്കുന്നത്. ആ ഒരു റേഞ്ചിൽ തന്നെ നിന്ന് നമ്മൾ പല പ്രാവശ്യമായിട്ട് ചെയ്ത് നമുക്ക് 15 to 20 ട്രേഡ്സ് എവറി ഡേ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അപ്പൊ പിന്നെ ട്രേഡ്സ് എടുക്കാൻ കുറവുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ട്രേഡ്സ് ആവശ്യത്തിന് എടുക്കാനുള്ള സ്പേസ് ഉണ്ട്, അല്ലേ? ആവശ്യത്തിന് ട്രേഡ്സ് എടുക്കാനുള്ള ഗ്യാപ്പ് മാർക്കറ്റിലുണ്ട്. നമ്മളാണ് ചിന്തിക്കേണ്ടത് ശരിക്കും എങ്ങനെയാണ് ഈ ട്രേഡ്സ് എടുക്കേണ്ടത്, അല്ലേ? അപ്പൊ അവിടെയാണ് ഈ മൈൻഡ് സെറ്റ് ഓഫ് എ ഗ്രോസറി സ്റ്റോർ ഓണറിന്റെ ഗുണം. നമ്മൾ ഒരു പലചരക്കുകാരനെ പോലെ ചിന്തിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. 5 രൂപ പ്രോഫിറ്റ് വേണം, ഡൺ ആൻഡ് ഡസ്റ്റഡ്. നമ്മൾ ആ ട്രേഡ് കഴിഞ്ഞു, ഇനി അടുത്ത ട്രേഡ് എടുക്കുക. അഥവാ നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കണോ, പിന്നെയും ട്രേഡ് എടുത്ത് വിറ്റോ. 5 രൂപ പ്രോഫിറ്റ് മതി നമുക്ക്.
ആ ഒരു ക്ലാരിറ്റിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക ആസ് എ ട്രേഡർ. ഒരു പുതിയ ട്രേഡ് എടുത്ത് തുടങ്ങുന്ന ആൾ, ഇതിപ്പോൾ ഒരു ബിഗിനറിനാണെങ്കിലും പെർഫെക്റ്റ് ആണ്, ബിഗിനറിന് പെർഫെക്റ്റ് ആണ്, അതുപോലെ തന്നെ പ്രോ ആൾക്കാർക്കും ഇത് പെർഫെക്റ്റ് ആണ്. ഹൈ ക്യാപിറ്റലിലേക്ക് സ്കെയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് ഭയങ്കര എഫക്റ്റീവ് ആണ്. ഇപ്പം ഞാനൊക്കെ ഹൈ ക്യാപിറ്റലിലേക്ക് സ്കെയിൽ ചെയ്തിട്ടുണ്ട് ഈ സംഭവത്തിനെ. പല പ്രാവശ്യങ്ങളായിട്ട് നമുക്ക് സ്കെയിൽ ചെയ്യുമ്പോഴും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ ₹5 പ്രോഫിറ്റ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് കൃത്യം അറിയാം എവിടെ വെച്ച് കട്ട് ചെയ്യണം. നമ്മൾ അങ്ങനെ അനാവശ്യമായിട്ടുള്ള ലോസിലോട്ട് പോകാറേ ഇല്ല. അഥവാ ഇപ്പം നമ്മുടെ കൺവിക്ഷൻ തെറ്റി, നമ്മൾ ചിലപ്പോൾ വിചാരിച്ചു മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു വിചാരിച്ചിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയില്ലെങ്കിൽ സ്റ്റിൽ നമ്മൾ ഓൾറെഡി പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? നമ്മളല്ലാണ്ട് പ്രോഫിറ്റ് കണ്ടിട്ടിരിക്കുന്ന ആളല്ല. അൺടിൽ ആൻഡ് അൺലെസ് യു ബുക്ക് യുവർ പ്രോഫിറ്റ്, ദ പ്രോഫിറ്റ് ഈസ് നോട്ട് യുവേഴ്സ്. അത് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ആണ്. അപ്പം നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നവർ ആ പ്രോഫിറ്റ് നമ്മുടെ പ്രോഫിറ്റ് അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം. ഈ സിസ്റ്റത്തിന്റെ ഗുണം എന്താ? പ്രോഫിറ്റ് നമ്മൾ കൃത്യമായ സമയത്ത് ബുക്ക് ചെയ്ത് നമ്മുടെ പേഴ്സിൽ ആ പ്രോഫിറ്റ് ഇരിപ്പുണ്ട്. ഇറ്റ്സ് ആക്ച്വലി യുവർ മണി. നിങ്ങൾക്ക് കിട്ടിയ പൈസ, ആ പൈസയിൽ നിന്നാണ് നമുക്ക് അഥവാ ഇപ്പോൾ ഒരു ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫാക്ടറി നമുക്ക് തെറ്റിപ്പോയെങ്കിൽ ആ ഒരു പൈസക്കകത്ത് നിന്നൊരു പാർട്ട് മാത്രം, ചെറിയ എമൗണ്ട് ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ലോസ് ആയിട്ട് പോകുന്നത്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ടച്ചിങ് യുവർ ക്യാപിറ്റൽ. ഈവൻ ഇഫ് നിങ്ങളുടെ കൺവിക്ഷൻ തെറ്റിയാൽ പോലും നിങ്ങൾക്ക് ക്യാപിറ്റൽ ലോസ് ഉണ്ടാവുന്നില്ല, ബിക്കോസ് നമ്മൾ പ്രോഫിറ്റ് കൃത്യമായിട്ട് ബുക്ക് ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലോട്ട് കിടക്കാം. വൈ ഡസ് ദി സിസ്റ്റം വർക്ക് സോ വെൽ? ഈ സിസ്റ്റത്തിന് ഇത്രയ്ക്ക് ആക്യുറസി കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഈ സിസ്റ്റം ഇത്ര സിംപ്ലിസിറ്റി എന്തുകൊണ്ടാണ്? ഈ സിസ്റ്റം ഈവൻ ബിഗിനേഴ്സിന് വരെ ഇത്ര എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാവുന്ന രീതി എന്തുകൊണ്ടാണ്? ഓക്കെ, ഇതിൻ്റെ സിംപ്ലിസിറ്റി തന്നെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഉള്ള റീസൺ. നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇതിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഏതൊരു പൊട്ട ആൾക്കും ഏതൊരു ബേസിക് എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കും ഈ സിസ്റ്റം മനസ്സിലാക്കാവുന്ന ഒരു ക്ലാരിറ്റി ഉണ്ടല്ലേ? നിങ്ങളിപ്പോൾ കേട്ടെടുത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ സിസ്റ്റത്തിൽ അതിന് മാത്രം കോംപ്ലിക്കേഷൻസ് ഇല്ല. നമ്മൾ മറ്റുള്ള സിസ്റ്റത്തിൽ പഠിക്കുന്ന അത്രയും കോംപ്ലിക്കേഷൻ ഇല്ല. ഇപ്പം നിങ്ങൾ കാണുമ്പം വിചാരിക്കും മറ്റുള്ള ട്രേഡേഴ്സ്, ബിഗ് ട്രേഡേഴ്സ്, ബിഗ് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ ട്രേഡിങ്ങിനെ കുറിച്ച് പഠിപ്പിക്കാനുണ്ട്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചാർട്ട്സ് തൊട്ട് ഇങ്ങനെ തുടങ്ങും, ബേസ് തൊട്ട് അല്ലേ? ഞാനിതൊന്നും പഠിക്കേണ്ടെന്ന് പറയത്തില്ല. ആസ് എ ട്രേഡർ യു നീഡ് ടു ബി അവെയർ അബൌട്ട് എല്ലാ കാര്യവും, മാർക്കറ്റിലുള്ള എല്ലാ കാര്യത്തെയും കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കണം. ബിക്കോസ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമുക്കിതിനെക്കുറിച്ച് അവെയർനെസ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ട്രേഡ്സിലോട്ട് എടുത്ത് നാളെ ഒരു ബാക്ക്ലാഷ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കതിന് എങ്ങനെയാണ് ഈ സിസ്റ്റം ബാക്ക് എൻഡിൽ ട്രേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്കറിയില്ല. അങ്ങനല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് അറിയണം. ബട്ട് വാട്ട് സിസ്റ്റം ടു ഫോളോ, വാട്ട് സ്ട്രാറ്റജി ടു ഫോളോ, അവിടെയാണ് നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. നമ്മൾ ഈ സിസ്റ്റവും ഈ സ്ട്രാറ്റജിയും കൊണ്ടുവരുന്നതിലൂടെ നിങ്ങൾക്ക് ഏത് സ്ട്രാറ്റജി വെച്ചാണ് ആക്ച്വൽ പൈസ ഉണ്ടാക്കേണ്ടതെന്ന് തീരുമാനിക്കാം. ഇപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ ഏറ്റവും സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ, ഒരുപാട് ട്രേഡേഴ്സ് പഠിപ്പിക്കുമ്പം അവർ ഈ സിസ്റ്റത്തിനെ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. അവർക്ക് സ്റ്റോക്ക് മാർക്കറ്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാണ്? അപ്പോൾ കോഴ്സസ് വലുതാക്കാൻ പറ്റും. വലിയ കോഴ്സസ് വലിയ ഡിഫിക്കൽട്ടാണ്, ട്രേഡിങ് ഈസ് എ ബിഗ് ഡിഫിക്കൽട്ട് തിങ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആൾക്കാരിലോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പം ആൾക്കാർ ദേ വിൽ ബി റെഡി ടു പേ മോർ മണി. നമ്മൾ കൂടുതൽ പൈസ കൊടുക്കും അവരുടെ കോഴ്സുകൾക്ക്, അവരുടെ ടീച്ചിങ് അല്ലെങ്കിൽ അവരുടെ ക്ലാസ്സസ് ഒത്തിരി ഡേയ്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. 6 month കോഴ്സ്, 1 year കോഴ്സ് ഒക്കെ പഠിപ്പിക്കാൻ പറ്റും അല്ലേ? പക്ഷെ അഥവാ കോഴ്സ് വളരെ സിമ്പിളാ, എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സംഭവമാണെങ്കിലോ, നമ്മൾ എന്ത് ചെയ്യും? ഓ, ഇതിന് പൈസ കൊടുത്തത് പോരാ. ഈവൻ ഇഫ് വി ആർ നോട്ട് പ്രോഫിറ്റബിൾ, നമ്മൾ ഇതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നില്ലേ പോലും, വി ഫീൽ നമ്മൾ കൊടുത്ത പൈസ മുതലായി. എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാളൊക്കെ പഠിപ്പിച്ചില്ലേ, അപ്പം അത് മുതലായി, എന്തൊക്കെയോ നമുക്ക് കിട്ടി. ഇറ്റ്സ് ഗുഡ് ടു ലേൺ ദ ബേസിക്സ്. നിങ്ങൾക്ക് ചാർട്ട് പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യാൻ അറിയണം, ചാർട്ട്സിന്റെ സിസ്റ്റം അറിയണം, എങ്ങനെ ഇതൊക്കെ വർക്ക് ചെയ്യുന്ന, അതിനകത്തുള്ള ഡിഫറെൻറ്റ് ബേസിക് സ്ട്രാറ്റജീസ് ഉണ്ട്. ആ ബേസിക് സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് അറിയണം. എന്ന് വെച്ചാൽ അത് ഇറ്റ്സ് പാർട്ട് ഓഫ് ലേണിംഗ്. ബട്ട് അതിന് നിങ്ങളൊരു കോഴ്സിന് പോകേണ്ട ആവശ്യകത അങ്ങനെ ഇല്ല. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിലൊക്കെ നോക്കി തന്നെ ഒരുപാട് നല്ല ക്ലാസ്സസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അതിനകത്തൊക്കെ നോക്കി തന്നെ നിങ്ങൾക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള കോഴ്സസ് പഠിക്കാം, ലൈക്ക് ബേസിസ് ഓഫ് ദ സ്റ്റോക്ക് മാർക്കറ്റ്. പിന്നെ സ്ട്രാറ്റജിയാണ് ഇമ്പോർട്ടൻറ്റ്. ഏത് സ്ട്രാറ്റജി ഉപയോഗിക്കണം അത് നിങ്ങൾ പാർട്ട് ബൈ പാർട്ടായിട്ട്, നിങ്ങൾ വൺസ് ഇപ്പോൾ പുതിയൊരു സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ആദ്യം സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് അറിയണം, സ്റ്റോക്ക് മാർക്കറ്റിലെ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് അറിയണം. എല്ലാം പഠിച്ച് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്ട്രാറ്റജീസ് വെച്ച് ട്രേഡ്സ് എടുത്ത് തുടങ്ങി കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഏത് സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് ഏറ്റവും റിലേറ്റബിൾ ആയിട്ട് തോന്നുക. അങ്ങനെ റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ട്, ഈ ₹5 സ്ട്രാറ്റജി നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി ട്രൈ ഔട്ട് ചെയ്യുക, അതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ബിക്കോസ് ഫോർ മീ
അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എനിക്ക് നിങ്ങൾ എല്ലാവരും പ്രോഫിറ്റബിൾ ആവുക, ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇത്രയ്ക്ക് പേര് പ്രോഫിറ്റബിൾ അല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന കാണുന്നതിൻ്റെ ഒരു പിന്നിലുള്ള ഒരു വിഷമമുണ്ട്. നമ്മൾ ഇത്രയും ആൾക്കാർ പൈസ ഇത്രയും എഫേർട്ട് ഇട്ട് എത്ര നാളായിട്ട് ആഗ്രഹിച്ച് ട്രേഡിങ്ങിൽ നിന്നിട്ടും സ്റ്റോക്ക് മാർക്കറ്റ് റിവാർഡ് ചെയ്യുന്നില്ല അവരെ. അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഡിസപ്പോയിൻമെന്റ് വരും. അപ്പോൾ ആ ഒരു വിഷമം ഒരുപാട് പേരുടെ ഇടയിൽ കണ്ടിട്ടാണ് എനിക്കൊരു ആഗ്രഹം വന്നത്. ഓക്കെ, ഐ നീഡ് ടു ഡു സംതിങ് ടു ഹെൽപ്പ് പീപ്പിൾ. അറ്റ്ലീസ്റ്റ് എനിക്കിപ്പം കുറേ നാളായിട്ട് എനിക്ക് ഈ സിസ്റ്റം വെച്ച് പ്രോഫിറ്റബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പം മേ ബി ഞാൻ ഈ സിസ്റ്റം ആൾക്കാരെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഈ ഒരു സിസ്റ്റം യൂസ്ഫുൾ ആയിട്ട് തോന്നും. ബിക്കോസ് ആരും ഇങ്ങനെ ഒരു ചാർട്ട്ലെസ് സിസ്റ്റത്തിനെ കുറിച്ച് സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഐ ഹാവ് നോട്ട് സീൻ എനി വീഡിയോസ് ഇൻ ദിസ് വേ. ഈ ഒരു 5 rupees പ്രോഫിറ്റ് എടുക്കുക എന്ന് പറയുന്ന സിസ്റ്റം കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ ഈ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഐ ഫീൽ ദെയർ വുഡ് ബി എ ലോട്ട് ഓഫ് പീപ്പിൾ ഹൂ വുഡ് ഫൈൻഡ് ഇറ്റ് സോ ഇൻട്രസ്റ്റിംഗ് ദാറ്റ് ഇങ്ങനെ ഒരു സിസ്റ്റം വർക്ക്ഔട്ട് ചെയ്യാം മേ ബി. ബിക്കോസ് ചാർട്ട്സ് ഒക്കെ നോക്കി ചിലപ്പോൾ മടുത്തിരിക്കുന്ന ഒരുപാട് പേരാണ്. ഞാൻ അങ്ങനെ ഒരാളായിരുന്നു. എനിക്ക് ചാർട്ട്സ് ഭയങ്കര ലൈക്ക് സ്ട്രെസ് കൊണ്ടുവരും മൈൻഡിൽ. നമ്മൾ ചാർട്ട്സ് നോക്കി 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 ഇതിനകത്ത് എന്താണ് ആക്ച്വൽ പാറ്റേൺ. പാറ്റേൺ വരയ്ക്കാൻ എളുപ്പമാണ്, പക്ഷേ ഈ പാറ്റേൺ അനുസരിച്ച് കാര്യം പോകണ്ടേ. 10 പ്രാവശ്യം വരച്ചാൽ 2 പ്രാവശ്യം ചിലപ്പോൾ പോയാലായി. ആ ഒരു ലെവലിലാണ് നമ്മുടെ ഒരു ചാർട്ട് പാറ്റേൺസിൻ്റെ ഒക്കെ വരയ്ക്കലിനും അതിൻ്റെ ഒരു ഐഡന്റിഫിക്കേഷൻ ഒക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സ്ട്രെസ്. ഞാൻ വരച്ച് കഴിഞ്ഞാൽ പോലും നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല ട്രേഡ് എടുക്കണോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ ആ ഒരു ഇഷ്യൂസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയത് ഈ ഒരു സിസ്റ്റത്തിൽ വന്നതിന് ശേഷം. അപ്പോൾ ഇതിൻ്റെ സിസ്റ്റത്തിൻ്റെ സിംപ്ലിസിറ്റി ഭയങ്കര 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 ബെനിഫിറ്റ് ആണ് ഒരു ട്രേഡിനെ സംബന്ധിച്ചോളം. പിന്നെ പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസസ്. ഒരുപാട് പേര് ട്രേഡിങ്ങിൽ എൻട്രി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മെയിൻ ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് ഏത് പ്രൈസിൽ ട്രേഡ് എൻട്രി എടുക്കണമെന്ന് അറിയത്തില്ല, ഏത് പ്രൈസിൽ എക്സിറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. നമുക്കറിയാം ഓക്കെ ട്രേഡിങ്ങിൽ കയറണം, പക്ഷെ എവിടെ വെച്ച് കയറണം? യു ക്യാൻ ഗെറ്റ് ഇൻ ടു ട്രേഡ് എനി ടൈം, ഏത് സമയത്തും നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. പക്ഷെ ഏതാണ് റൈറ്റ് പ്രൈസ് ടു പേ? നമ്മൾ ചിലപ്പോൾ ഒത്തിരി ഓവർ വാല്യൂഡ് ആയിട്ടുള്ള പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ആ ഡിസഡ്വാൻറ്റേജ് കേസിലാണ് നമുക്കപ്പോൾ ലോസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അഥവാ നമ്മൾ അങ്ങ് താഴ്ത്തിയ പ്രൈസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പ്രൈസ് ഹിറ്റ് ചെയ്യാണ്ട് തന്നെ മാർക്കറ്റ് അങ്ങ് മെളിപ്പോവും. അത് അടുത്ത പ്രശ്നം. ഇങ്ങനെ പല പ്രശ്നങ്ങൾ ട്രേഡിങ്ങിലുണ്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഗുണം, നമുക്ക് പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ് അറിയാം. എനിക്കറിയാം എനിക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് 146, 151, 156, 161, 166 ഇങ്ങനെയുള്ള ആ 5 rupee ഗ്യാപ്സിലുള്ള ഈ നമ്പേഴ്സിലാണ് എനിക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നത്. അപ്പം മാർക്കറ്റ് ഇപ്പം വൺസ് സ്റ്റെബിലൈസ് ആയി എനിക്കൊരു റേഞ്ച് കിട്ടിയ ആ റേഞ്ചിനകത്ത് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഏതാണോ പ്രൈസ് റേഞ്ച് അടിക്കുക. 146 ആണ് 146 ഇടുക, 146 പ്രൈസ് കിട്ടും, കയറാൻ പറ്റും നമുക്ക് ഈ ട്രേഡ് സെൻട്രിയിൽ. അപ്പം എനിക്ക് കൃത്യം അറിയാം എവിടെ പ്രൈസ് എടുക്കണമെന്നല്ലേ, അതിനകത്ത് നോ കൺഫ്യൂഷൻ. നിങ്ങൾക്ക് ആർക്കും ആ കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. ഇപ്പം നമ്മുടെ അണ്ടറിൽ സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരാൾക്കും ഈ കൺഫ്യൂഷൻ ഇല്ല. ബിക്കോസ് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നുണ്ട് ഇവിടെ ട്രേഡ് എടുക്കേണ്ടത് ഈ സ്ട്രാറ്റജി, ഈ സിസ്റ്റം വർക്ക് ചെയ്യാൻ ഇതാണ് ട്രേഡ് എടുക്കേണ്ട സിസ്റ്റം. ഓക്കെ, അപ്പോൾ പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ് ആയതുകൊണ്ട് ഭയങ്കര ഒരു വലിയ ഹെഡേക്ക് കുറഞ്ഞു കിട്ടും. എവിടെ വെച്ച് ട്രേഡ് എൻട്രി എടുക്കണം എന്നുള്ളത് ക്ലാരിറ്റി ഉണ്ട്. പിന്നെ നോ ഗ്രീഡ് ഫാക്ടർ. ഒരു ട്രേഡറിനെ സംബന്ധിച്ചോളം ഗ്രീഡ് എന്ന് പറയുന്ന സംഭവമാണ് നമ്മളെ ഒരു ലോസിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ട്രേഡ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം, നമുക്ക് ഗ്രീഡ് എന്ന് പറയുന്ന സംഭവം ഇറ്റ്സ് ഹ്യൂമൻ നേച്ചർ. നമുക്കതിനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. എത്ര ശ്രമിച്ചാലും നമുക്കുള്ളിൽ തോന്നും ഇച്ചിരൂടെ പോവും, ഇച്ചിരൂടെ പോവും, ഇപ്പം സെല്ല് ചെയ്യണോ, ഇപ്പം സെല്ല് ചെയ്യണോ, കുറച്ചുകൂടെ പോകത്തില്ലേ, കുറച്ചുകൂടെ പോവും എന്ന് നമ്മൾ ചിന്തിച്ച് നമ്മൾ മാർക്കറ്റിനെ പുഷ് ചെയ്ത് ചിലപ്പോൾ നമ്മൾ കണ്ട നല്ല ചിലപ്പോൾ 10,000, 15,000 ഒക്കെ പ്രോഫിറ്റ് കണ്ടിട്ട് വെറും 2,000 രൂപ പ്രോഫിറ്റിലൊക്കെ എക്സിറ്റ് ആയിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷെ കാണുമ്പം ശരിയാ 15,000 രൂപയൊക്കെ പോയി നമ്മൾ എന്തിക്കും അത് 20 കടക്കാൻ ചാൻസ് ഉണ്ട്. ഇച്ചിരിയും കൂടെ വെയിറ്റ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ട്രേഡിൽ നമ്മൾ ഇച്ചിരി നേരത്തെ എക്സിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആ നമ്മൾ വിചാരിച്ച പോലെ അത് കഴിഞ്ഞ് അങ്ങ് മുകളിലോട്ട് പോയി. അപ്പോൾ നമ്മൾ എന്തിക്കും കുറച്ചുകൂടെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് 15,000 പ്രോഫിറ്റിൽ നിന്ന് ഞാൻ വെറും 2,000 rupees പ്രോഫിറ്റാണ് ഞാൻ തിരിച്ചറിഞ്ഞത് അല്ലേ. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കും. പിന്നെ ചില സമയത്ത് ലോസ് വരെ പോവും. മാർക്കറ്റ് ചിലപ്പം ഈ ഒരു ഡ്രാമ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോരും അടിയിലോട്ട്. ഇപ്പം നമുക്ക് ഗ്രീഡ് ഫാക്ടർ നമ്മളെ ട്രേഡിങ്ങിൽ എപ്പോഴും എഫക്റ്റ് ചെയ്യും. എങ്ങനെയാണ് ട്രേഡിങ്ങിൻ്റെ എൻഡ് റിസൾട്ട് കൊണ്ടുവരിക എന്നുള്ളത്. ഇപ്പോൾ ഗ്രീഡ് ഫാക്ടർ ഇതിനകത്തില്ല. നമ്മൾ 5 rupees പ്രോഫിറ്റ് എടുത്ത് ഡൺ. അതിനകത്ത് വേറെ ഒരു ചോദ്യമില്ല. 5 rupees മേളിൽ ഒരു പ്രോഫിറ്റ് നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് ട്രേഡ് എടുക്കാം, അതേ ഉള്ളൂ. അല്ലാണ്ട് ഈ ട്രേഡിൽ 5 rupees വേണ്ട. പിന്നെ ഇൻഷുറൻസ് നോ ക്യാപിറ്റൽ വൈപ്പർ. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയ പ്രോഫിറ്റ്, നമ്മൾ എപ്പോഴും ഈ ക്യാപിറ്റൽ ഈ പ്രോഫിറ്റ് ഇങ്ങനെ ബുക്ക് ചെയ്ത് പോകുന്നതുകൊണ്ടുള്ള ഗുണം എന്താ? നമുക്ക് ഓൾറെഡി പ്രോഫിറ്റ് ഉണ്ട് കയ്യിൽ. ആ ഉള്ള പ്രോഫിറ്റിൽ നിന്ന് മാത്രമാണ് നമ്മൾ, അഥവാ ഇപ്പം നമ്മുടെ ആംഗിൾ തെറ്റിപ്പോയി, നമ്മുടെ പ്ലാൻ തെറ്റി, നമ്മുടെ ട്രേഡ് അനുസരിച്ച് പോയില്ലെങ്കിൽ പോലും നമ്മുടെ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഫിറ്റിൻ്റെ അകത്ത് ഒരു ചെറിയ പാർട്ടായിരിക്കും ലോസ് ആയിട്ട് പോവുക.
അഥവാ ഇപ്പം ഇറ്റ്സ് മാർക്കറ്റ്, ഇറ്റ്സ് നോട്ട് ഇൻ മൈ ഹാൻഡ്സ്. എനിക്കല്ല കയ്യിൽ കൺട്രോളൊന്നും ഇല്ല, മാർക്കറ്റ് അങ്ങനെ തന്നെ പോകും എന്ന് പറയാൻ അങ്ങനെ പറ്റത്തില്ല. നമ്മുടെ കയ്യിൽ നിന്ന് മാർക്കറ്റ് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ പ്ലാനൊക്കെ ചിലപ്പോൾ തെറ്റി വന്നിരും. തെറ്റിയാൽ നമുക്ക് ലോസ് നമ്മുടെ ക്യാപിറ്റലിനെ വൈപ്പ് ഔട്ട് ചെയ്യുന്നുണ്ടോന്നേ ഉള്ളൂ കാര്യം, അല്ലേ? ബട്ട് നമ്മുടെ ഈ സിസ്റ്റം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രോങ് ഇൻഡിക്കേഷൻസ് ഉണ്ട്. ഇപ്പം ഞങ്ങൾ തന്നെ ഓൾറെഡി ഞാൻ പിന്നെയും പറയുന്നുണ്ട്, നമ്മൾ വാട്സാപ്പിൽ നമ്മുടെ മാർക്കറ്റ് ഐഡന്റിഫിക്കേഷൻസും ലെവൽസും നമ്മളിങ്ങനെ തരും. അപ്പം വാട്സാപ്പിൽ ലെവൽസ് തരുന്നതിലൂടെ നമുക്ക് ഗുണം എന്താ? നിങ്ങൾക്ക് ഏത് ലെവലിൽ മാർക്കറ്റ് ഇന്ന് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല, ഏത് ലെവലിൽ താഴെ മാർക്കറ്റ് പോവും ചിലപ്പം എന്നൊക്കെ ഉള്ള ഇൻഡിക്കേഷൻ നമ്മൾ തരുമ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് കോൾ ചെയ്ത് നിൽക്കണോ പൊട്ടി നിൽക്കണോ എന്നൊക്കെ നിങ്ങൾക്കൊരു ബേസ് കിട്ടും. ആ ബേസിന്റെ മേളിൽ നിങ്ങൾ നിങ്ങളുടെ ആ ATP ഫിഗേഴ്സും എല്ലാം ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എവിടെ എൻട്രി എടുത്ത് എവിടെ വരെ നിൽക്കണം എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അതിനകത്ത് ഇൻഷുറൻസ് നോ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട്. പിന്നെ ഇറ്റ് വർക്ക്സ് ഓൺ എ സിസ്റ്റം ആൻഡ് നോട്ട് മെന്റൽ കാൽക്കുലേഷൻ. ഓൾറെഡി നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഇതും. നമ്മുടെ മെന്റൽ പീസിന് ഇത് ഭയങ്കര ഗുണമാണ്. നമുക്ക് ചിന്തിക്കേണ്ട ഏത് പ്രൈസിന് എൻട്രി എടുക്കണം, നമുക്ക് ചിന്തിക്കേണ്ട എത്രയ്ക്ക് വിൽക്കണം, നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല ചാർട്ട്സ് എങ്ങോട്ട് പോകും, ചാർട്ട്സ് വരയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കാൽക്കുലേഷൻസ് മെന്റലി അല്ല. മറ്റേതെന്താ, നമ്മൾ മെന്റലി ഇരുന്ന് കുറേ കാര്യങ്ങൾ ചിന്തിക്കും, ഇത് ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ, ഓക്കെ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. നമ്മുടെ പ്ലാനിങ് അനുസരിച്ച് മാർക്കറ്റ് പോകണമെന്നില്ല. അപ്പം നമ്മുടെ മെന്റൽ സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എന്താ, ദർ ഇസ് ഓൾവേസ് ചാൻസസ് ഫോർ എറർ, ദർ ഇസ് ചാൻസസ് ഫോർ ഗ്രേറ്റ്നെസ്. രണ്ട് സംഭവിക്കും. നമ്മൾ ചിലപ്പോൾ മെന്റലി നമ്മൾ ചിലപ്പോൾ ചില ഷാർപ്പ് ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അടിപൊളിയായിട്ട് ട്രേഡ് പോയിരിക്കും. പക്ഷെ വി കനോട്ട് റിലൈ ഓൺ ഇറ്റ്, അല്ലേ? ഒരു ഒരു വൺ വൺ പേഴ്സണ്, ഒരു മില്യണിലുള്ള ഒരാൾക്ക് സംഭവിക്കുമെന്ന് വിചാരിച്ച് എല്ലാവരെയും അത് ആ രീതിയിൽ വർക്ക് ചെയ്യണമെന്നില്ല. ബട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് ഫോർ ഓൾ, എല്ലാവർക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റണം. നമുക്കൊരു സിസ്റ്റം ആകുമ്പോൾ ഗുണം, ആ സിസ്റ്റം ഫോളോ ചെയ്താൽ ഓവർ ആയിട്ട് പിന്നെയും ആ സിസ്റ്റം ഫോളോ ചെയ്താൽ ആ സിസ്റ്റം വിൽ റിവാർഡ് യു. ആ സിസ്റ്റം വിൽ റിവാർഡ് യു 100%. ആ സിസ്റ്റം റിവാർഡ് ചെയ്യും നിങ്ങളെ. പിന്നെ ആസ് വി ടോൾഡ്, ഇറ്റ് ഈസ് ഗുഡ് ഫോർ ബിഗിനേഴ്സ് ആസ് വെൽ എസ് പ്രോ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതിനെ ഹയർ ക്യാപിറ്റലിലേക്ക്, ഇപ്പോൾ ഒരു 10 lakhs ക്യാപിറ്റലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറയാ ഒരു 30,000 ടു ഈവൻ 50,000 റുപ്പീസ് ഒക്കെ പെർ ഡേ ഈസി ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ബിക്കോസ് വൈ വി ആർ സ്കെയിലിംഗ് അവർ സിസ്റ്റം. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ എം ജസ്റ്റ് ടെല്ലിങ് ഇത്രയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിനെ സ്കെയിൽ ചെയ്യുക. 1 lakh വെച്ച് ഒരു 3,000 ടു 5,000 റുപ്പീസ് നമുക്ക് എഫക്റ്റീവ്ലി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ കൃത്യമായിട്ടുള്ള എൻട്രി ഉണ്ട്, കൃത്യമായിട്ടുള്ള എക്സിറ്റ് ഉണ്ട്. നമ്മൾ ഒരുവിധവും ഗ്രീഡിനെ നമ്മളെ എഫക്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, ഒരുവിധവും നമ്മുടെ മെന്റൽ സ്റ്റേറ്റിനെ നമ്മളെ എഫക്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. നമ്മളൊരു സിസ്റ്റം ഫോളോ ചെയ്യുമ്പം നമുക്ക് ആ സിസ്റ്റത്തിനെ എത്ര വേണേലും സ്കെയിലപ്പ് ചെയ്താലും ഒന്നും സംഭവിക്കില്ല, ഇഫ് ദ സിസ്റ്റം ഈസ് സ്ട്രോങ്. എൻ്റെ ഈ സിസ്റ്റം സ്ട്രോങ് ആയതുകൊണ്ട് ഈവൻ 10 lakhs വെച്ച് എനിക്ക് ട്രേഡ് ചെയ്യുമ്പോഴും എനിക്കൊരു പേടിയുമില്ല. ട്രേഡ് എടുക്കാനും ട്രേഡ് എക്സിറ്റ് ചെയ്യാനും നമുക്കൊരു പേടിയില്ല. നമ്മൾ കൃത്യം 5 rupees അപ്പോഴും ട്രേഡ് നിർത്തും. ദ ക്യാപിറ്റൽ ഈസ് ബിഗ്. നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഹൗ ടു മേക്ക് യുവർ ക്യാപിറ്റൽ ബിഗ്. ഒരു ഓപ്ഷൻ സെല്ലറിനെ സംബന്ധിച്ചോളം ഓപ്ഷൻ സെല്ലറിന് ഇത്രയ്ക്ക് അഡ്വാൻറ്റേജ് നിൽക്കുന്നതിൻ്റെ റീസൺ എന്താ? ഓപ്ഷൻ സെല്ലർ വലിയ ആളായതുകൊണ്ടല്ല, ബട്ട് ഹീ പ്ലേസ് വിത്ത് ബിഗർ ക്യാപിറ്റൽ ആൻഡ് ലെസർ പ്രോഫിറ്റ് മാർജിൻ. അവന് 1% പ്രോഫിറ്റ് മതി. നമ്മുടെ ഷാരിഖ് ബ്രോ പോലും എന്താ പറയുന്നത്, ആൾക്ക് വീക്ക്ലി 1% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഹീ ഈസ് ലവിങ് ഇറ്റ്. ഹീ ഈസ് ലൈക്ക് ഐ ലവ് ഇറ്റ്, അത് പെർഫെക്റ്റാ, അതിൽ കൂടുതൽ ആൾക്ക് വേണ്ട. എന്താ, ആൾ ഓപ്ഷൻ സെല്ലിംഗ് ചെയ്യുന്നത്. ബട്ട് ഹിസ് ക്യാപിറ്റൽ ഈസ് 1 crore. സോ 1 crore-ന്റെ 1% എന്ന് പറഞ്ഞാൽ 1 lakh, വീക്ക്ലി 1 lakh. അപ്പോൾ 4 weeks മന്ത്ലി ആകുമ്പോഴോ 4 lakh. ഇതിൽ കൂടുതൽ എന്താ വേണ്ടതല്ലേ? നമുക്ക് ഇതിൽ കൂടുതൽ എന്തിനാണ് ഇൻകം വേണ്ടത്? അപ്പോൾ അതാണ് ചിന്തിക്കേണ്ടത്. അപ്പം ആളൊക്കെ ചിന്തിക്കുന്നത് ഇത്രയും വലിയ ക്യാപിറ്റലിൻ്റെ ഒരു സ്മോൾ പെർസെൻറ്റേജ്, അതുപോലെ വേണം നമ്മളും ചിന്തിക്കാൻ. നമ്മൾ ഹ്യൂജ് പെർസെൻറ്റേജസിന് വേണ്ടി വർക്ക് ചെയ്യരുത്. ലൈക്ക് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമുക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടണം, എത്ര പെർസെൻറ്റേജ് നമുക്ക് ഇതിനകത്ത് കിട്ടാനുള്ള അവകാശമുണ്ട്, ആ പെർസെൻറ്റേജിനെ പെർഫെക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഏത് മാർക്കറ്റ് കണ്ടീഷനിലും ഏത് ഡിഫിക്കൽട്ടി സിറ്റുവേഷൻസിലും നിങ്ങൾക്ക് ആ പെർസെൻറ്റേജ് മാനേജ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അങ്ങനെ ഉറപ്പുവരുത്താൻ പറ്റിയ അടിപൊളിയായിട്ട് പോകും. ഓക്കെ, സോ ഇത് ബിഗിനേഴ്സിന് ബേസിക്സ് ആയിട്ട് പഠിക്കാൻ എളുപ്പം, കാര്യങ്ങളെല്ലാം ചെയ്യാം. നോ ചാർട്ട്സ്, നത്തിങ്. നിങ്ങൾക്ക് ചാർട്ട്സ് പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യുന്ന ടെൻഷൻസ് ഒന്നുമില്ല. അതൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ് ഞാൻ പറയാം. ഒത്തിരി കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ബട്ട് യു നീഡ് ടു ലേൺ ഇറ്റ്. ഇറ്റ്സ് നോട്ട് ഫോർ ദ സ്ട്രാറ്റജി ബട്ട് ഫോർ യുവർ നോളജ്. ട്രേഡിംഗ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ എന്ത് ഫീൽഡിൽ ഇറങ്ങുന്ന ആൾക്കാരും നമുക്ക് ഫീൽഡിനെ കുറിച്ച് നോളജ് ഉണ്ടായിരിക്കണം. നമുക്ക് എന്താണ് കാര്യം നടക്കുന്നത്, ഈ ലോകത്ത് എന്താ നടക്കുന്നത്, നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് നോളജ് ഉണ്ടാവണം. അത് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. എന്നെ സംബന്ധിച്ചുള്ള ഞാൻ എന്ത് കാര്യത്തിൽ ഇറങ്ങുമ്പോൾ ഞാൻ അതിൻ്റെ ബേസിക്സും നോളജും എല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം മാത്രമാണ്
ഞാൻ ട്രേഡിലേക്ക് ഇറങ്ങുക. അല്ലാണ്ട് ഞാൻ ജസ്റ്റ് ബേസിക്കലി എന്തെങ്കിലും പഠിച്ചിട്ട് ട്രേഡ്സിലോട്ട് ഇറങ്ങുക എന്നല്ല. ഓക്കെ, അപ്പം അടുത്ത സിസ്റ്റം എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിനകത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പാർട്ട് ഓഫ് ദ വേൾഡ്. ലൈക്ക് ഞാൻ ട്രേഡിങ്ങിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു ഡെസ്റ്റിനേഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ലൈക്ക് ഡെസ്റ്റിനേഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ പണ്ട് ഞാൻ പറഞ്ഞു, ഓൾറെഡി എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഞാൻ പറഞ്ഞാണ്, 4 മോണിറ്റർ വെച്ച് ഞാൻ ട്രേഡ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മളിപ്പോൾ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡ്സ് വേണം, നമ്മുടെ ഓപ്ഷൻ്റെ ചാർട്ട് വേണം, നമ്മുടെ ഫ്യൂച്ചേഴ്സിൻ്റെ ചാർട്ട് വേണം, പിന്നെ ഈ ബാങ്ക് നിഫ്റ്റിനെ മെയിനായിട്ട് എഫക്ട് ചെയ്യുന്ന 4 ബിഗ് 4 ബാങ്ക്സ് അവരുടെ ചാർട്ട്സ് വേണം. ബിക്കോസ് അവരുടെ മൂവ്മെന്റ് അനുസരിച്ചാണ് ഇവരെ എഫക്ട് ചെയ്യുക. അതിനെ എല്ലാം നമ്മൾ കോറിലേറ്റ് ചെയ്താൽ നമ്മുടെ സ്ട്രാറ്റജീസ് ഒക്കെ വർക്ക് ചെയ്തിരുന്നത്. അപ്പം നമുക്ക് ഈ 4 മോണിറ്റർ വെച്ചാൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് ഓരോന്നും നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നത്. പക്ഷെ അന്ന് പോലും നമുക്ക് ഒരുപാട് ട്രേഡ്സ് മിസ്സാവുന്നു, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിനെ മെസ്സപ്പ് ചെയ്യുക, നമ്മുടെ മൈൻഡിൻ്റെ സ്ട്രെസ്സ് ഭയങ്കര കൂടുതലാണ്. ഈ ഒരു ഫാക്ടറിയിൽ നിന്ന് മാറാൻ വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചിട്ടാണ് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ലൈക്ക് ഒരു ലാപ്ടോപ്പ് സ്ക്രീനിൽ ട്രേഡ് നടക്കണം. അന്നായിട്ടൊരു ഓപ്ഷൻ ബയറിനെ സംബന്ധിച്ചോളം അൺലെസ് ആൻഡ് അണ്ടിൽ യു ടേക്ക് ലൈക്ക് പൊസിഷണൽ ട്രേഡ്സ്, നമ്മൾ ഒരു ട്രേഡ് പാറ്റേൺ കണ്ട് നമ്മൾ എൻട്രി എടുത്തു, വെയിറ്റ് ചെയ്യുക ഒരു 1 hour 2 hour, എന്നിട്ട് എക്സിറ്റ് ചെയ്യുക. ആ സിസ്റ്റം ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നിങ്ങൾക്ക് ഒരു സ്ക്രീൻ മതി, ചാർട്ടിൻ്റെ പാറ്റേൺ കണ്ട് നിങ്ങൾ ട്രേഡ് എടുത്ത് തീർന്നു, ഡൺ. ബട്ട് ഒരു 90% ഓഫ് ആൾക്കാരും അങ്ങനല്ല ട്രേഡ്സ് എടുക്കുന്നത്, അല്ലേ? ഞാൻ അങ്ങനല്ല ട്രേഡ് എടുക്കുന്നത്. നമ്മളൊരു ആക്റ്റീവ് ട്രേഡറാണ്. അപ്പോൾ ട്രേഡ്സ് കണ്ടു, പ്രോഫിറ്റ് എടുത്തു, ലോസ് എടുത്തു, പ്രോഫിറ്റ് എടുത്തു, ലോസ് എടുത്തു, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം അങ്ങനെയുള്ള ആളെ സംബന്ധിച്ച് ഒരു സ്ക്രീൻ പോരാ. പക്ഷെ നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ ഗുണം എന്താ? നമുക്കിത് വെറും നമ്പേഴ്സ് ആയതുകൊണ്ട്, ചാർട്ട്സ് ഒന്നും കാണണ്ടാത്തതുകൊണ്ട്, വെറും ഒരു 13 ഇഞ്ച് സ്ക്രീനിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട്, 13 ഇഞ്ച് സ്ക്രീൻ പോലും വേണ്ട. എൻ്റെ ട്രേഡ് സിസ്റ്റത്തിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. 13 ഇഞ്ച് സ്ക്രീനിനകത്ത് ഇനിയും സ്ഥലം ബാക്കിയുണ്ട്. ആ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വാട്സാപ്പ് ചാറ്റ് അവിടെ ഇടാം. ആ ഒരു സ്പേസ് അതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ സിസ്റ്റത്തിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റിയതുകൊണ്ട് നമുക്ക് ഡെസ്റ്റിനേഷൻ ട്രേഡിങ് ഏതൊരു സ്വിമ്മിംഗ് പൂളിൻ്റെ ഫ്രണ്ടിലോ ഏതെങ്കിലും ഹോട്ടലുകളിലോ നമ്മൾ എവിടെ, എല്ലാവരും ഒരു ആഗ്രഹം, നമ്മൾ ഒരു ട്രിപ്പ് പോകുന്നു, ട്രിപ്പ് പോകുമ്പം അവിടെയൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഇരുന്ന് നമ്മൾ കുറച്ച് ട്രേഡ്സും കാര്യങ്ങളെല്ലാം ചെയ്ത് അന്നത്തെ ദിവസം എക്സ്പെൻസസ് പേ ചെയ്യുന്നു, നമ്മുടെ ഹോട്ടലിൽ കയറുന്നു, നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകുന്നു, റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടെ പേ ചെയ്യാനുള്ള സംഭവം നമുക്ക് അവിടെ സ്ഥലങ്ങളിലൊക്കെ വളരെ ഈസി ആയിട്ട് ഇരുന്ന് ട്രേഡ് എടുക്കാൻ പറ്റണം. എല്ലാവരുടെ ഒരു ഡ്രീമാണ് ഒരു ട്രേഡറിനെ സംബന്ധിച്ചോളം. അവരുടെ എല്ലാം ഒരു ഡ്രീം ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. എന്നുവെച്ചാൽ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഇതിനെ ഒന്ന് സ്കെയിലപ്പ് ചെയ്ത് ഒരു കൺസിസ്റ്റൻറ്റ് ഇൻകം ആക്കി ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റണം എന്നല്ലേ. അപ്പം ഈ ഒരു സിസ്റ്റം ചാർട്ട്ലെസ് ട്രേഡിംഗ് നിങ്ങൾക്ക് അത് ഓഫർ ചെയ്യും. ലൈക്ക് ഡെസ്റ്റിനേഷൻ ട്രേഡിംഗ് ഈസ് എ റിയൽ പോസിബിലിറ്റി. ബിക്കോസ് നമുക്ക് വെറും ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ക്രീൻ. എന്താ ഇത്രയും? ഈ ഒരു സ്ക്രീൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അവിടാണ് നമ്മുടെ ആ ഒരു സിസ്റ്റത്തിൻ്റെ എളുപ്പം. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മുടെ ട്രേഡിംഗ് ടെർമിനൽ ആൻഡ് ബ്രോക്കർ, നമ്മുടെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ട്രേഡിംഗ് ടെർമിനൽ എന്താ നമ്മൾ ഉപയോഗിക്കുന്നത്, അതും നമ്മുടെ ബ്രോക്കർ ഈസ് എ വെരി സ്ട്രോങ് കോമ്പണൻറ്റ് ഇൻ വൈ ദിസ് സിസ്റ്റം വർക്ക്സ് സോ എഫക്റ്റീവ്ലി. എന്താ? നമ്മുടെ ബ്രോക്കർ എന്ന് പറയുന്നത് നാവ്യ. ഈ നാവ്യ നമുക്ക് ഇതിനകത്ത് പെയ്ഡ് കൊളാബറേഷൻ ഒന്നും ഇല്ല. നമുക്കിത് എന്താണ്ട് ഗുണമുണ്ടായിട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കരുത്. നാവ്യ എന്ന് പറയുന്ന ആൾക്കാർ, വി ആർ വർക്കിംഗ് വിത്ത് ദം, ലൈക്ക് വി ആർ യൂസിങ് ദം only for one reason, because they offer the HTS പ്ലാറ്റ്ഫോം ആൻഡ് സീറോ ബ്രോക്കറേജ്. ഒരു ബ്രോക്കറേജും ഇല്ല. പണ്ടൊക്കെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പം ലൈക്ക് 599 നമ്മൾ മന്ത്ലി കൊടുക്കും, മന്ത്ലി 599 കൊടുത്ത് നമ്മൾ ആ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ പിന്നെ സീറോ ബ്രോക്കറേജ് എന്നായിരുന്നു. പക്ഷേ ഇപ്പം അതും മാറ്റി, ഇപ്പം ഫുള്ളി സീറോ ബ്രോക്കറേജ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല, സീറോ ബ്രോക്കറേജ് കിട്ടും. ഈ ഒരൊറ്റ റീസണാണ്. പ്ലസ് നമ്മുടെ ആ HTS പ്ലാറ്റ്ഫോം, ഇറ്റ്സ് ദ മോസ്റ്റ് ഈസിയസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് പ്ലാറ്റ്ഫോം ഫോർ എ ട്രേഡർ. നമുക്ക് ഭയങ്കര ഈസിയായിട്ട് ട്രേഡ് എടുക്കാം, പെട്ടെന്ന് ട്രേഡ്സ് എൻട്രി എടുക്കാൻ പറ്റും, എക്സിറ്റ് എടുക്കാൻ പറ്റും. ഈ ഒരു സംഭവം ഒരിക്കലും ഒരു വെബ് പ്ലാറ്റ്ഫോം, ഇപ്പോൾ സെറോദയുടെയോ അപ്സ്റ്റോക്സിൻ്റെ ഒന്നും വെബ് പ്ലാറ്റ്ഫോമിൽ ഇത്രയ്ക്ക് ഈസിയായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ നോക്കിയിട്ടുണ്ട്, നമുക്ക് ഒത്തിരി ടൈം എക്സ്ട്രാ യൂസ് ചെയ്യേണ്ടി വരും. ഇതിനകത്ത് അങ്ങനെയല്ല, പെട്ടെന്ന് ട്രേഡ്സ് എടുക്കാൻ പറ്റും. നന്നായിട്ട് നമുക്ക് വളരെ ഈസി, വളരെ ഫാസ്റ്റ് കാര്യങ്ങൾ നടക്കും. ഭയങ്കര സിംപ്ലിഫൈഡ് സിസ്റ്റവുമാണ്. നിങ്ങൾക്ക് ഇനിഷ്യലി സെറ്റപ്പ് ചെയ്യുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഒരു പ്രോ ട്രേഡറിനെ സംബന്ധിച്ചോളം ആ പ്രോ ട്രേഡറിന് പല റിക്വയർമെൻറ്റ്സ് കാണും. എനിക്ക് ചിലപ്പോൾ എൻ്റെ സ്ക്രീൻ ഞാൻ ഇങ്ങനെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയല്ല നിങ്ങൾ ട്രേഡ് ആദ്യം ഈ സ്ക്രീൻ തുറക്കുമ്പോൾ കിട്ടുക. നിങ്ങൾക്ക് വേറെ രീതിയിലേ ഈ സ്ക്രീൻ ഇരിക്കുക. ഞാൻ സെറ്റപ്പ് ചെയ്യുന്നതാണ് ഇതിന് എന്ത് കളർ വരണം, എന്ത് രീതിയിലാണ് എഴുതേണ്ടത്, എന്തൊക്കെ കോളംസ് ആണ് വേണ്ടത്, ഏത് കോളംസിൽ എന്തൊക്കെ. നമുക്ക് ഇതിനകത്ത് ഈവൻ ഫോർമുലാസ് എൻട്രി ചെയ്യാം. ലൈക്ക് നമുക്ക് നമ്മുടേതായ ഫിഗേഴ്സ് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്.
ലൈക്ക് പ്ലസ് മൈനസ് ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫിഗേഴ്സ് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആസ് എ പ്രോ ട്രേഡർ ഭയങ്കര യൂസ്ഫുള്ളാണ്. അതൊന്നും ലൈക്ക് നമുക്ക് ഈ വെബ് പ്ലാറ്റ്ഫോമിൽ ഇല്ല. അതൊന്നും ഒരു ട്രേഡ് വെബ് പ്ലാറ്റ്ഫോമിൽ എടുക്കാൻ എത്ര ടൈം എടുക്കുമെന്നറിയോ? അപ്പം നിങ്ങൾക്ക് അങ്ങനെ ആക്ച്വലി യൂസ് ചെയ്യണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതിൽ ബ്രോക്കറേജ് എടുക്കാന്നേ ഉള്ളൂ. അല്ലാണ്ട് ദർ ഇസ് നോ അതർ ഓപ്ഷൻ. ബിക്കോസ് ഇഫ് ദർ ഈസ് എനി ബെറ്റർ ബ്രോക്കർ ഡു ലെറ്റ് മീ നോ. ബിക്കോസ് എനിക്ക് ആഗ്രഹമുണ്ട്. ഇഫ് ദർ ഈസ് ബെറ്റർ ബ്രോക്കർ ഐ ഓൾസോ വോണ്ട് ടു യൂസ് ഓൾ ദ ടൈം. ബിക്കോസ് നമുക്ക് ഒരു ബ്രോക്കർ മാത്രമല്ല, വി യൂസ് മൾട്ടിപ്പിൾ ബ്രോക്കേഴ്സ് ഇൻ ആൻഡ് ഔട്ട്. ബട്ട് ഇപ്പോൾ കറൻ്റ്ലി ദേ ആർ ദ ബെസ്റ്റ് ഫോർ മൈ ടൈപ്പ് ഓഫ് ട്രേഡിങ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഞാനൊക്കെ എത്ര വർഷം എടുത്ത് കഷ്ടപ്പെട്ടാണ് ഇവരെ കണ്ടുപിടിച്ചെന്നറിയോ? നിങ്ങൾക്ക് അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു തരികയാണ് എങ്ങനെ അത് ഉപയോഗിക്കണമെന്ന്. ഓക്കെ, സോ ഇവരുടെ ഇതിനകത്ത് നിങ്ങൾക്ക് ബ്രോക്കറേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇത് കിട്ടും. അതും നോ AMC, നോ ഡിമാറ്റ് ചാർജസ്, നോ വൺ ടൈം ചാർജ്, നത്തിങ്. ലൈക്ക് ദേ ഹാവ് റിട്ടേൺ എവറിത്തിങ്. സി, അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഭയങ്കര ഈസി. അതും ലൈക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ആധാർ വെരിഫിക്കേഷൻ പോലത്തെ സിസ്റ്റം വെച്ച് സെറോദ എങ്ങനെയാണോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് ഇവരും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പം ഇന്ത്യക്ക് പുറത്തുള്ളവരാണെങ്കിൽ നിങ്ങൾ വല്ല ലൊക്കേഷൻ ഇങ്ങനെ സ്പൂഫ് ചെയ്യുന്ന സിസ്റ്റം വെച്ച് നിങ്ങൾ ലൊക്കേഷൻ ചെയ്യേണ്ടി വരും. എന്നാലും നിങ്ങൾക്ക് വെരിഫിക്കേഷൻ കടന്നു പോകും. ബിക്കോസ് ഇന്ത്യക്കുള്ളിലായിരിക്കണം നമ്മൾ അറ്റ് ദ ടൈം നമുക്ക് വെരിഫിക്കേഷൻ ചെയ്യേണ്ടപ്പം. സോ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. നമ്മളതൊക്കെ നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സോ സീ ടു ഇറ്റ്. പിന്നെ ഇനി നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരാം. എങ്ങനെയാണ് എൻ്റെ സ്ക്രീൻ ഇരിക്കുന്നതെന്ന് പറയുന്നത്. എൻ്റെ സ്ക്രീനിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഈ ATP എന്ന് പറയുന്ന നമ്പർ. ATP എന്ന് പറഞ്ഞാൽ എന്താ? ആവറേജ് ട്രേഡിംഗ് പ്രൈസ്. അപ്പോൾ ഈ കറണ്ട് ട്രേഡ് LTPയുടെ എല്ലാത്തിനും കൂടെ ഒരു ആവറേജ് ആണ് ATP എന്ന് പറയുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഒരു ട്രേഡ് എൻട്രി എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ട്രേഡ് എൻട്രി എടുക്കുന്ന പോർഷൻ ഈ ആവറേജ് പ്രൈസിനേക്കാളും മുകളിലാണെന്നുള്ളത് ഉറപ്പുവരുത്തണം. എന്തുകൊണ്ടാണ്? നമ്മളിപ്പം ഇതിനെ സൂം ഇൻ ചെയ്ത് ഞാൻ കാണിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ LTP നോക്കുമ്പോൾ 168, ATP ആണ് 170 ആണ്. 168, 170യേക്കാളും കുറവ്. അതപ്പോൾ ട്രേഡ് എടുക്കരുത്. ബിക്കോസ് അതപ്പോൾ നമുക്ക് ആക്ച്വലി നമുക്കൊരു ഡിസഡ്വാൻറ്റേജിലാണ്. നമ്മൾ അത് എടുക്കരുത് ആ ട്രേഡ്. അതിലും ബെറ്റർ അപ്പം മാർക്കറ്റ് ചിലപ്പോൾ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇതിപ്പം PE-യിലാണ്. ഇപ്പോൾ പുട്ട് ഓപ്ഷൻ ആണ് അപ്പം താഴെ. അപ്പം കോൾ ഓപ്ഷൻ അതിന് മുകളിലായിരിക്കും. നിങ്ങൾ നോക്കിയാൽ ഇതേ കോൾ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ATP 164-ൽ ഓടുമ്പം LTP 178-ൽ ഓടുന്നത്. അപ്പം ഈ ട്രേഡ് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്ററാണ്. ബിക്കോസ് നമുക്ക് ATPക്ക് മുകളിലായിരിക്കണം എപ്പോഴും നമ്മൾ ട്രേഡ് നടത്തുന്ന സ്ട്രാറ്റജി നടത്തുന്ന സംഭവം. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കും ഇപ്പം ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എവിടാണ് വേർ ഷുഡ് ഐ സ്റ്റോപ്പ് ദ ലോസ്? അതെന്ന് പറയുന്നതാണ് ATP എന്ന് പറയുന്ന ഫിഗർ. നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ ട്രേഡ്സിനെ ഒരു ATP ഫിഗർ വരെ താങ്ങാൻ പറ്റും. സോ 178 ഇപ്പോൾ LTP ഇടുവാണെങ്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നത് 176-നായിരിക്കും. 176 to 164 വരെ നിങ്ങൾക്ക് ട്രേഡ്സ് താങ്ങാൻ പറ്റും. ലൈക്ക് അഥവാ ഇപ്പം നിങ്ങൾ പോയിന്റ് എഗെയിൻസ്റ്റ് വന്നാലും ഒരു 10 റുപ്പി പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു മാക്സിമം 10 റുപ്പി ലോസ് അല്ലെങ്കിൽ ഒരു 15 റുപ്പി ലോസ് വരെ മാക്സിമം നിങ്ങൾക്ക് ടേക്ക് ഔട്ട് ചെയ്യാം. അതിക്കുള്ളിൽ പോയത് അതിന് മുമ്പേ കട്ട് ചെയ്യണം. ബിക്കോസ് നിങ്ങൾ അഥവാ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച ആംഗിൾ ശരിയായിരിക്കില്ല. അപ്പോൾ അത് ശരിയല്ലാത്തപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് സ്ട്രാറ്റജി നമ്മൾ ലൈക്ക് നെക്സ്റ്റ് എൻട്രി എടുക്കാൻ നോക്കുക. ബിക്കോസ് യു വിൽ ഹാവ് ഇനഫ് പ്രോഫിറ്റ് സച്ച് എ വേ ദാറ്റ് നമ്മളിപ്പോൾ അഥവാ അത് എക്സിറ്റ് ചെയ്താൽ പോലും നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. നിങ്ങൾക്ക് ആ ഒരു ചെറിയ ലോസ് വന്നാലും നിങ്ങൾക്ക് പിന്നെ ഒത്തിരി എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടും. നിങ്ങൾക്ക് അപ്പം നെക്സ്റ്റ് എൻട്രി എടുത്ത് നിങ്ങൾക്ക് അത് പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റും. അപ്പോൾ അതിനെ വറി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് അപ്പോൾ അഥവാ അങ്ങനെ എഗെയിൻസ്റ്റ് പോയി കഴിഞ്ഞാൽ ATP ഫിഗർ വരെ, ATP എന്ന് പറയുന്നത് ആവറേജ് ട്രേഡിംഗ് പ്രൈസ്, നമ്മുടെ ഏത് സ്ട്രൈക്ക് പ്രൈസിനാണോ നമ്മൾ ട്രേഡ് എടുക്കുന്നത്, ഇപ്പോൾ ഈ സ്ട്രൈക്ക് പ്രൈസിന് ട്രേഡ് എടുക്കും, ഈ സ്ട്രൈക്ക് പ്രൈസിൻ്റെ ATP വരെ നമുക്ക് സ്റ്റോപ്പ് ലോസ്. ATPക്ക് താഴെ പോരുത്. അതിന് മുമ്പ് നമ്മൾ കട്ട് ഔട്ട് ചെയ്യണം. അത് നമ്മൾ ട്രേഡ് എൻട്രി എടുക്കേണ്ടത് എപ്പോഴാണ്? നമ്മുടെ ഈ LTP ലൈക്ക് കറണ്ട് പ്രൈസ് ATPക്ക് മുകളിൽ നിൽക്കുന്ന സ്ട്രൈക്ക് പ്രൈസിൻ്റെ സാധനങ്ങൾ മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യാവൂ. ലൈക്ക് ഇപ്പോൾ കോൾ ഓപ്ഷൻ ആണെങ്കിൽ അതിന് മുകളിൽ നിൽക്കും. ഇപ്പോൾ കോൾ ഓപ്ഷന് ഫേവറബിൾ ആയി ഇന്നത്തെ മാർക്കറ്റിംഗ് ATPക്ക് മുകളിലായിരിക്കും ഉറപ്പായിട്ടും സ്ട്രൈക്ക് പ്രൈസ്. അപ്പോൾ അതാണ് സംഭവം. പിന്നെ നമുക്ക് ഇതെന്ന് പറയുന്ന ഡിഫറെൻറ്റ് വിൻഡോസ് ആണ്. ഈ വിൻഡോയ്ക്കകത്ത് നമ്മുടെ പ്രോഫിറ്റ് എത്രയാണെന്ന് കാണാൻ പറ്റും. അന്നത്തെ ദിവസം ഐ മെയ്ഡ് ലൈക്ക് 5,000 റുപ്പീസ്. ഓക്കെ, ഇത് സ്ക്രീൻഷോട്ട് എടുത്ത ദിവസം. പിന്നെ ഇതാണ് നമ്മുടെ കംപ്ലീറ്റഡ് ഓർഡേഴ്സ്. ഇതിനകത്ത് നമുക്ക് ഏതൊക്കെ ആണ് ഓർഡേഴ്സ് കംപ്ലീറ്റ് ആയി ഫിനിഷ് ആയി. നമ്മളിപ്പോൾ ബൈ ഓർഡർ ഇട്ടാൽ ബൈ ഓർഡർ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഇവിടെ വന്ന് കിടക്കും. സെൽ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ എന്നിട്ട് ഇതെന്ന് പറയുന്നതാണ് നമ്മുടെ ലൈക്ക് ഇപ്പം നമ്മൾ ഓർഡേഴ്സ് ഇട്ടിട്ടുണ്ട് പക്ഷേ അത് എക്സിക്യൂട്ട് ആയിട്ടില്ലെങ്കിൽ അത് ഇവിടെ വന്ന് കിടക്കും. ഓക്കെ, നമുക്ക് ഒറ്റ സ്ക്രീൻ ഒറ്റ
വ്യൂവിൽ നമുക്ക് കൃത്യം കാണാൻ പറ്റും എന്തൊക്കെ ഓർഡേഴ്സ് പെൻഡിങ് ഉണ്ട്, എന്തൊക്കെ ഓർഡേഴ്സ് നമ്മൾ ഇട്ടിട്ടുണ്ട്, നമ്മളൊന്നും മിസ്സാവത്തില്ല. അല്ലെങ്കിൽ നമ്മൾ എന്താ പറ്റുന്നത്, ഇപ്പോൾ സെറോദയിലൊക്കെ നമ്മൾ പോയി ബാക്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ഓർഡർ വേറെ ഏതോ സ്ക്രീനിലാണ് കിടക്കുന്നത്, നമ്മൾ കാണുന്നില്ല. അപ്പം നമ്മൾ കാണാത്തപ്പോൾ എന്ത് പറ്റും, ചിലപ്പോൾ ചില ഓർഡേഴ്സ് ഒക്കെ അവിടെ കിടന്നിട്ട് പ്രൈസ് തിരിഞ്ഞ് മറിഞ്ഞ് പ്രൈസ് ചിലപ്പോൾ ഇടിഞ്ഞ് പോഴുമ്പോൾ നമ്മൾ താഴെ ഇട്ട ഓർഡർ ചിലപ്പോൾ ക്യാൻസൽ ആയിട്ടുണ്ടാകത്തില്ല. അത് ട്രിഗറായി പോസിറ്റീവായിട്ട് എൻട്രി എടുത്ത് കളയും. എൻട്രി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ പൊസിഷൻ എക്സിറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, ലോസ് ഫാക്ടർ കയറും. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിന് കയറിയിട്ടുണ്ട്. പണ്ട് പണ്ട് ഒരിക്കൽ വൺ ടൈം എനിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടില്ല അങ്ങനെ ഒരു ഓർഡർ കിടക്കുന്നത്. അങ്ങനെ ആ ഓർഡർ ട്രിഗറായി അതിങ്ങ് താഴെ പോന്നു. ബിക്കോസ് ദ മാർക്കറ്റ് കംപ്ലീറ്റ്ലി ചേഞ്ച്. ഞാൻ അന്ന് താഴത്തെ ഒരു ഓർഡർ ഇട്ട് വെച്ചതാ, എൻട്രി കിട്ടുന്നെങ്കിൽ കിട്ടുന്ന ശേഷം നമ്മളത് ക്യാൻസൽ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ആ പ്രശ്നമൊന്നും വരത്തില്ല. ഇവിടെ നിങ്ങൾക്ക് കൃത്യം കാണാം എന്തൊക്കെ ഓപ്പൺ ഓർഡേഴ്സ് ഉണ്ട്. അതൊക്കെ ഈ സിസ്റ്റത്തിൻ്റെ ഒരു വലിയ ഗുണമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മൾ എൻട്രി എടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന്. ഇവിടെ ഇപ്പോൾ കണ്ടില്ലേ, 176 അല്ല 171ന് ഇത് ഈ ബ്ലൂ എല്ലാം ബൈ ഓർഡേഴ്സും ഈ റെഡ് സെൽ ഓർഡർ. 171 നമ്മൾ എൻട്രി എടുത്ത് 176ന് വിറ്റു. ഇവിടെ 171ന് എൻട്രി എടുത്തു 176ന് വിറ്റു. 166ന് എൻട്രി എടുത്തു 171ന് വിറ്റു. 176ന് എടുത്ത വേറൊരു എൻട്രി 176ന് വിറ്റു. 176ന് എടുത്ത 181ന് വിറ്റു. നിങ്ങൾ കാണുന്നുണ്ടല്ലോ സിസ്റ്റം ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പം വിത്തിൻ ഒരു 1 സെക്കൻഡ് 2 സെക്കൻഡ് 3 സെക്കൻഡ് ഒക്കെ ടൈമിൽ ട്രേഡ് എൻട്രി എടുത്ത് എക്സിറ്റ് എടുത്ത് പോയി കഴിയും. പക്ഷെ നമ്മൾ അത്ര ഫാസ്റ്റ് ആയിട്ട് ബൈ ഓർഡറും സെൽ ഓർഡറും ഇട്ടിരിക്കണം. നമ്മൾ സെൽ ഓർഡർ ട്രിഗർ ആയി കഴിഞ്ഞാൽ ആ സെക്കൻഡ് തന്നെ ബൈ ഓർഡർ ഇടണം. ബൈ ഓർഡർ ട്രിഗർ ആയി കഴിഞ്ഞാൽ ആ സെക്കൻഡ് തന്നെ സെൽ ഓർഡർ ഇടണം. അത്രയ്ക്ക് ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ബിക്കോസ് മാർക്കറ്റ് ആ ഒരു ₹5 റേഞ്ചിൽ പടപടയെന്ന് എൻട്രി ലൈക്ക് ട്രിഗർ ആയിക്കൊണ്ടിരിക്കും. ചില സമയത്ത് ഇറ്റ് ടേക്സ് ലിറ്റിൽ മോർ ടൈം. ചില സമയത്ത് ആ മാർക്കറ്റ് ഇച്ചിരി സ്ലോ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചിലപ്പോൾ ഒരു 10 സെക്കൻഡ്സ് 15 സെക്കൻഡ് 20 സെക്കൻഡ്സ് ഒക്കെ എടുക്കും. പക്ഷെ അല്ലെങ്കിൽ ചിലപ്പോൾ 2 സെക്കൻഡ് 3 സെക്കൻഡിലൊക്കെ ട്രേഡ് കഴിയും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ ബേസിക്സ്. പിന്നെ ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു എക്സൽ ഷീറ്റ്. ഈ എക്സൽ ഷീറ്റ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു കാൽക്കുലേഷൻസ് ആണ്. ഞാൻ എൻ്റെ രീതിയിൽ എക്സലിൽ അതിനെ ഒന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. കുറച്ച് ഫിഗേഴ്സിനെയും ബാക്ക് എൻഡിൽ നമ്മൾ ബാങ്ക്സിൻ്റെ ഒക്കെ ഫിഗേഴ്സ് വെച്ച് ഞാൻ ഡിറൈവ് ചെയ്തെടുക്കുന്ന കുറച്ച് ഫിഗേഴ്സ് ആണ്. ഇറ്റ് ജസ്റ്റ് ഹെൽപ്സ് മീ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദ മാർക്കറ്റ് ഗോസ്. അപ്പോൾ എനിക്ക് ആ ഒരു ഫിഗേഴ്സ് ആണ് ഇപ്പോൾ 400 മേളിലാണെങ്കിൽ 250ക്ക് താഴെയാണെങ്കിൽ എന്നൊക്കെ എനിക്കൊരു ആംഗിൾ ഉണ്ട്. അപ്പോൾ ആ ആംഗിളിൽ നിൽക്കുകയാണെങ്കിൽ എനിക്കപ്പോൾ അറിയാം പുട്ട് ഓപ്ഷൻ എടുക്കണം അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ എടുക്കണം, ഏത് ആംഗിളിലാണ് മാർക്കറ്റ് പോകുന്നത് എൻ്റെ ഒരു പ്രഡിക്ഷൻ നടക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ഒരു എക്സൽ ഷീറ്റിന് കണ്ട് ഇത്ര വലിപ്പത്തിൽ മാത്രം ഈ സ്ക്രീൻ ഇട്ടാൽ മതി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കാം. നമുക്ക് ഈ HTS പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് എക്സലിലോട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ട് നമുക്ക് അതിനകത്തെ ഫിഗേഴ്സിനെ ഇവിടെ ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റും. ആ സിസ്റ്റം നിങ്ങൾക്ക് നെറ്റിലുള്ള സെറോദയിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ലൈവ് സ്ട്രീം ചെയ്ത് നിങ്ങൾക്ക് ഈ ഫിഗേഴ്സ് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് അതിനകത്ത് കൂടുതൽ കാൽക്കുലേഷൻസ് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് കിട്ടും. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു വേറെ വലിയ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമ്മൾ ആ സിസ്റ്റം ചെയ്യാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് എങ്ങനെയാണ് മാർക്കറ്റ് വന്നത്. ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ അത്രയ്ക്ക് ആവശ്യമില്ല. ബിക്കോസ് ഓൾറെഡി ഞാൻ ലൈക്ക് വാട്സാപ്പിലൂടെ നമ്മൾ ആംഗിൾസ് ലൈക്ക് എങ്ങനെയാണ് ട്രേഡ്സ് പോവുക, എങ്ങനെയാണ് സിസ്റ്റംസ് വർക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു അഡ്വൈസ് നമ്മൾ തരും, ഏത് റേഞ്ചിലാണ് ഇന്ന് മാർക്കറ്റ് നിൽക്കുന്നതെന്നൊക്കെ. അപ്പം നിങ്ങൾക്ക് അത് വെച്ചിട്ട് ട്രേഡ്സ് എടുക്കാം. ബട്ട് ഫസ്റ്റ് നിങ്ങൾ ആദ്യം ഈ ബ്രോക്കറുമായിട്ട് ട്രേഡിങ്ങിനുള്ള ടെർമിനൽ ഓപ്പൺ ചെയ്യണം. അഥവാ നിങ്ങൾ പുതിയൊരു ട്രേഡർ ആണെങ്കിൽ ജസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് ഈ സിസ്റ്റം വേണമെന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഇത് ഫോളോ ചെയ്യാൻ മാത്രം. നിങ്ങൾ ഇതിനകത്ത് ട്രേഡ് എടുക്കണ്ട. ബട്ട് നിങ്ങൾക്ക് ഈ ചാർട്ട്സും നമ്പേഴ്സും എല്ലാം കാണാൻ വേണ്ടി സ്റ്റിൽ നിങ്ങൾക്ക് ഈ ബ്രോക്കറിനെ വേണം. ബട്ട് ട്രേഡ്സ് ഇതിനകത്ത് എടുക്കണ്ട. നിങ്ങൾക്ക് ട്രേഡ്സ് ഫ്രണ്ട് പേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് വെർച്വൽ ട്രേഡിങ് ചെയ്യാം, ലൈക്ക് പേപ്പർ ട്രേഡിങ്. ആ ട്രേഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡ്സ് എല്ലാം ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ബേസിക് സിസ്റ്റം. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ ടൈം തീരാറായി. ഞാനിപ്പം ഈ സെഷൻസ് ക്ലോസ് ചെയ്യാണ്. 10 മിനിറ്റ്സ് ടൈമിൽ നമ്മൾ റീജോയിൻ ചെയ്യും അടുത്ത സെഷനിലേക്ക്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് വന്ന് റീജോയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനകത്ത് റീജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബാലൻസ് സ്റ്റഡീസ് കഴിയും. ഈ കുറച്ച് സ്ലൈഡ്സ് കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ടീച്ചിങ് കഴിയും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു Q&A സെഷൻ നടത്തണം. ആ Q&A സെഷൻ കൂടെ കഴിഞ്ഞ് കഴിയുമ്പം യു വിൽ ബി ഓൾ ഡൺ വിത്ത് ദിസ് മാസ്റ്റർ ക്ലാസ്. നിങ്ങൾക്ക് ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ബിക്കോസ് ഐ ഹാവ് ട്രൈ ടു ടീച്ച് ഇറ്റ് ഇൻ എ വേ വെയർ ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ബിക്കോസ് മൈൻഡ് സെറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് വെൻ ഇറ്റ് കംസ് ടു ട്രേഡിങ്. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ട്രേഡിങ്ങിൻ്റെ ഏറ്റവും വലിയ സൂപ്പർ പവർ എന്ന് പറയുന്ന മൈൻഡ് സെറ്റാണ്. നമ്മൾ വെറും ഒരു പുതിയ ഒരാളെ പഠിപ്പിച്ചുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് ആ മൈൻഡ് സെറ്റ് മനസ്സിലാവണം. ഹൗ ഡസ് ദിസ് തിങ് വർക്ക്. അപ്പോൾ ആ സിസ്റ്റം, ആ മൈൻഡ് സെറ്റ് നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഇത്രയ്ക്ക് എഫേർട്ട് ഇട്ട് സംസാരിക്കുന്നത്. ആദ്യം ആ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് അതിൽ ട്രേഡ്സ് വർക്കൗട്ട് ചെയ്യിക്കാൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. സോ അൺടിൽ വി സീ ഇൻ ദ നെക്സ്റ്റ് സെഷൻ, ബൈ ഫോർ നൗ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എന്തായാലും മിസ് ഔട്ട് ചെയ്യാതിരിക്കുക. 10 മിനിറ്റ്സിനുള്ളിൽ റീജോയിൻ ചെയ്യുക. ആ ലിങ്ക് ഞാൻ ഇട്ട് തരാം. ഓക്കെ, താങ്ക് യു.